ഇതൊന്നും ഒരിക്കൽ വായിച്ചാൽ പിന്നെ നിർത്താനൊന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് അവന്മാരെ പോലെ കുരുത്തക്കണ്ടമാർക്ക്. ഇനിയിപ്പോ ഇത് നിർത്തിയാൽ തന്നെ വീണ്ടും ഉപയോഗിക്കാതിരിക്കാനുള്ള ക്യാരക്ടർ ഉണ്ടോ? ഇല്ല. സാറേ സാറൊന്ന് ഇങ്ങോട്ട് വന്നേ. ഇങ്ങ് വാ സാറേ. സാറൊന്ന് ചിരിച്ചേ. എന്തിന്? ചുമ്മാ ചിരിക്കു സാറേ. ഇങ്ങനെയല്ല, പല്ല് കാണിച്ചിരിക്കാൻ. ഫുൾ കറയാനുള്ള ഈ കാണുന്നതാണ് ചൗന്നിരിക്കണത്. മുറുക്കാൻ എല്ലാരും ചോദിക്കാറില്ലേ? ഇത് ലഹരിയൊന്നും അല്ലല്ലോ. ഈ നിസ്സാരമായ മുറുക്കാൻ സാറിന് എടുത്താൻ പറ്റാണല്ലേ? നേരത്തെ പറഞ്ഞ ക്യാരക്ടർ സാറിനില്ലായിരിക്കും അല്ലേ? സാർ മുറുക്കാനും സിന്തറ്റിക്കും കൂടെ കമ്പയർ ചെയ്യണോ? നമ്മുടെ കാലത്ത് പെട്ടിക്കടയിൽ മുറുക്കാൻ കിട്ടിയിരുന്ന പോലെ സിന്തറ്റിക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ മുറുക്കാൻ ചോദിക്കണ പലരും സിന്തറ്റിക് ഉപയോഗിച്ചാണ് അല്ലേ സാറേ? അത് ശരി, സാറ് പിള്ളേരുടെ കാര്യം നോക്കിയാൽ മതി, നമ്മുടെ കാര്യം നോക്കാൻ നമുക്കറിയാം. മുജീബ് സാറെ പെണങ്ങല്ലേ? സാറിന് ഇങ്ങനെ എന്റെ പേരറിയാം? സാറ് പിള്ളേരുടെ ഇടയിൽ ഭയങ്കര ഫേമസ് അല്ലേ? അത് പിന്നെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു സാറേ, നമ്മുടെ പിള്ളേർ തന്നാണ്, അത്രേ ഉള്ളൂ. അത് പിള്ളേർക്ക് പറയാം, അതിന്റെ സ്നേഹം അവർ പറ്റുന്ന രീതിയിൽ കാണിക്കും, അത്രേ ഉള്ളൂ. ശരിക്കും മുജീബ് സാറല്ല ഫേമസ്. പിന്നെ സാറ് പറഞ്ഞ സത്യമാണ്, അവന്മാരോട് പറ്റുന്ന രീതിയിൽ അവർ സ്നേഹം കാണിച്ചിട്ടുണ്ട്. മാഷന്മാരും കൊള്ളാം, പിള്ളേരും കൊള്ളാം. അത് പറഞ്ഞപ്പോ അങ്ങേർക്ക് പൊള്ളി. ഇതുപോലുള്ള അധ്യാപകന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന ഈ സ്കൂൾ ഇല്ലാതാക്കുന്നത്. എടാ തന്നെയല്ല കഴിഞ്ഞ മാസം വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് ഞാൻ പെറ്റടിച്ചത്. അതുമാത്രമല്ല സാറേ പ്രശ്നം. പിന്നെന്താ പ്രശ്നം? ഒരു പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിനെന്താ കുഴപ്പം? പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം എന്താ കുഴപ്പം? വെറുതെ അനാവശ്യം പറയാൻ കരുത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ ക്ലാസ് കട്ടിയ സിനിമയ്ക്ക് പോയത്. വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? പിള്ളേരാകുമ്പോ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറ്റും. അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താതെ അവരെ കുറ്റപ്പെടുത്തി നാണം കെടുത്തി അപമാനിച്ച് ആത്മഹത്യയുടെ വക്കിൽ കൊണ്ട് എത്തിക്കുന്നത് എവിടുത്തെ ന്യായ? പറ. എന്റെ മോൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആര് സമാധാനം പറയായിരുന്നു? ആഹാ, ഇപ്പൊ നമ്മൾ ഇടപെട്ടതായോ പ്രശ്നം? ഇവളുമാരി ഒരുങ്ങി കെട്ടി വരുന്നത് തന്നെ ആമ്പിള്ളേരെ കാണിക്കാനാണ്. അതെ ലേഡീസറേ, ഈ ഒരുങ്ങി വന്ന് എന്താ കുഴപ്പം? അല്ല, സാറിന് എങ്ങനെ എന്റെ പേരറിയാം? എനിക്ക് ലേഖ ടീച്ചറിന്റെ പേരും അറിയാം, ബിൻ സാറിന്റെ പേരും അറിയാം. അതെന്താ സാറേ അങ്ങനെ ഒരു ടോക്ക്? ഞങ്ങൾ രണ്ടുപേരെയും കുറിച്ച് സത്യവിരുദ്ധമായ അവന്മാരെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയണല്ലോ സാറേ. ടീച്ചർ അത് കാണണ്ട, കാണാതിരിക്കുന്ന നല്ലത്. അതെന്ത്? അതെ എന്റെ ചിഞ്ചു എങ്ങനെ അറിഞ്ഞുണ്ടല്ലോ, ഞാൻ പിന്നെ ജീവൻ അവിടെ കാണില്ല. ഇങ്ങനെ സില്ലി ആവല്ലേ ബിലി സാറേ. ഒന്ന് പോ ടീച്ചറെ, വെറുതെ പിള്ളേരെ കൊണ്ടാണ് ഇതൊന്നും പറയിപ്പിക്കാൻ. ബിൻ സാറേ ഇതേ വെള്ളം കുടിച്ചത്. നിങ്ങൾ പിള്ളേരെ കുറിച്ച് ഗോസിപ്പറിക്കുക, പിള്ളേര് നിങ്ങളെ കുറിച്ച് ഗോസിപ്പറക്കും. നിങ്ങളെ കണ്ടാണ് അവരും പഠിക്കണേ. പിന്നെ മൂത്രപ്പുരയിൽ പേരില്ലാത്ത ഒരേ ഒരാളുള്ളൂ, പിള്ളേരോട് സ്നേഹത്തിൽ പെരുമാറുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരോട് ഇടപഴകുന്ന മനോജ് സാറിന്റെ പേര്. ഇനി ഇമാതിരി സാധനങ്ങൾ വാങ്ങിച്ചടിക്കരുത്. ജീവനി കൊതിയുള്ളോണ്ട. സാറാണ് നിങ്ങൾ അറിയില്ല സാറേ. നന്നായി സാറ് ഞങ്ങളോട് ക്ഷമിക്കണം. സാരമില്ല, നീയൊക്കെ പഠിച്ചെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. ചുമ്മാ മറ്റുള്ളവരുടെ ആയുസും സമാധാനം കളയാനായിട്ട്. സാറേ ഓ, ഇതോ ട്രിപ്പ് തീർന്നതോ ബ്ലഡ് കയറി പോണം. എങ്ങോട്ട്? ആ, ഈ കെയറിങ് ഒന്നും ഞാൻ ഗ്രൗണ്ടിൽ കണ്ടില്ലല്ലോ മോനെ. നിങ്ങളുടെയൊക്കെ സാറുമാര് നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഇവിടുത്തെ നിയമത്തിനും കോടതിക്ക് അതിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? നീയൊക്കെ വലിച്ചും കുടിച്ചും കയറ്റിയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം നിങ്ങൾക്കറിയാമോ? എടാ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഹൈയൊക്കെ ഇല്ലേ, ഇതിന്റെ കെട്ടിറങ്ങുമ്പോൾ ലോ ആവും, പിന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണമെന്ന് തോന്നും, പിന്നെ ഇത് അഡിക്ഷൻ ആവും. ശരീരവും മനസ്സും മാത്രമല്ല സാമാനം വരെ അടിച്ചു പോകും. പിന്നെ ഇതൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കാൻ പറ്റുള്ളൂ, ഒരു കാര്യത്തിനും ഉപകരിക്കൂല. നീയൊക്കെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് എൻ്റെ മുമ്പിൽ നടക്കും. പിന്നെ എടാ പറയുന്നതെല്ലാം തലയിൽ കയറണ്ടോ മണ്ടന്മാരെ, മനസ്സിലാവണ്ടോ? അവസാനം കിളിയും പോയി പരസ്പര ബന്ധമില്ലാണ്ട് പിച്ചും മെയും പറഞ്ഞു നടക്കും. ഏറിപ്പോ പിന്നെ നിലത്തോട്ടിറങ്ങാൻ പറ്റൂല. സ്വന്തം അനുഭവം കൊണ്ട് പറയണടാ, അല്ലാണ്ട് നിന്നെയൊക്കെ നന്നാക്കാൻ എനിക്കതാ വേദന. പിള്ളേര് 4 പേരും പരീക്ഷ എഴുതും ഈ സ്കൂളിൽ തന്നെ.
പിന്നെ ബസ് ഇടാൻ വേറെ സ്ഥലം നോക്കിക്കോളാം. നാളെ 2 പോലീസുകാരെ ഞാൻ ഇങ്ങോട്ട് വിടും. ഗ്രൗണ്ടിൽ പിള്ളേരെ കളിക്കണമെങ്കിൽ ലൈവായിട്ട് കാണണം കേട്ടാ മുജീബ് സാറേ. ഈ സ്കൂളിൽ നിന്ന് ഇനിയൊരു കുട്ടി ഇതുപോലത്തെ കേസിൽ പോലീസിന്റെ കയ്യിൽ കിട്ടിയ വീട്ടുകാർ മാത്രമല്ല പ്രിൻസി തൊട്ട് മണി അടിക്കുന്ന പ്യൂൺ വരെ DVSP ഓഫീസിന് മുമ്പിൽ ഒന്ന് ഇറന്നേക്കും. മനസ്സിലായോ? അവള് നിന്നെ വിളിച്ചായിരുന്നോടാ? എവിടെന്ന്? അതിനുശേഷം അവളുടെ ഒരു അനക്കവും ഇല്ല, DP ഇല്ല, വിളിച്ചാ കിട്ടുന്നതും ഇല്ല. അപ്പൊ ബ്ലോക്ക് ആക്കി. അല്ലേലും ഇവളുമാരല്ലേ ഇങ്ങനെ. എന്റെ കഷ്ടകാലം. എന്തോ നഷ്ടകാലം? നീ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അവൾക്ക് എന്നെ ഇഷ്ടം എന്ന് പറയുന്നവരെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എന്റെ ലൈഫിലെ ബെസ്റ്റ് ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ. പിന്നെ എല്ലാം ബ്ലറായിരുന്നു. അടി ഇടി മയക്കുമരുന്ന് പോലീസ് ജയില്. കുട്ടേട്ട എവിടെയാണോ എന്തോ. കുട്ടേട്ടൻ തേങ്ങ മനുഷ്യനെ വഴി തെറ്റിക്കാനായിട്ട്. നിനക്കൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാടാ? എവിടെന്ന്? ഞാൻ പിന്നെ ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്യും. ഇല്ലേ വീട്ടുകാർ വിചാരിക്കും ഇനി ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉറങ്ങാൻ പറ്റാതിരിക്കണം. ഞാൻ ഈ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. എനിക്കിനി നാട്ടുകാരെ ഫേസ് ചെയ്യാൻ വയ്യ. ഏയ് ഇത്ര നാളായില്ലേ, നാട്ടുകാരതൊക്കെ മറന്നു കാണും. അല്ലേ തന്നെ നമ്മളെ കാര്യം നോക്കിയിരിക്കില്ലല്ലേ നാട്ടുകാരുടെ പണി. അല്ലേലും ഇത് എല്ലാരും അറിഞ്ഞൊന്നും കാണൂല. സ്കൂള്, പോലീസ്, വീട്ടുകാര്, അത്രേ ഉള്ളൂ. ചുമ്മാ ഇരിയണ അമലങ്ങളുടെ പിള്ളേരൊന്നുമല്ല. നിങ്ങളായിരുന്നോടാ? നിങ്ങൾക്കൊട്ടും വയ്യല്ല. ഇവരുള്ള കഞ്ചാവ് MDMA അടിച്ചിട്ടിരിക്കും. കയ്യിലുള്ള കിട്ടുന്നത് കയറി തരും. നമ്മളെ കുറച്ചു കാലത്തേക്ക് ഇനി ഒരുമിച്ച് ഒരിടത്തും ഇരിക്കണ്ട. എടാ മോനെ, ഇവനെ നിനക്ക് പരിചയം വല്ല ഉണ്ടോ? ഇല്ല, ഇത് ആരാമ? കഴിഞ്ഞ ദിവസം ഡ്രഗ്സ് അടിച്ച് പോലീസിനെ കുത്തിയവനാ. ഇനി ഇവന്റെ വല്ല കമ്പനിക്കാരനാണോ അറിയാൻ വേണ്ടി ചോദിച്ചത്. കൂടെ ചേർക്കാം നമ്മുടെ തലമുറയിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. ചോദിച്ചാ വൈകിട്ട് ചക്കനെ കൊണ്ട് എത്തില്ലേ? ഇവിടെ വയ്ക്കാം തുമ്പയ്ക്കൊപ്പം നോ പറയാം ഡ്രഗ്സിനോട്. എന്റെ പൊന്ന് അയൽവാസി മാമ എന്തിനു തരുന്നു ട്രോമ, ചുറ്റിലും എന്തൊരു ഡ്രാമ, ഇതെങ്ങനെ പോയാൽ കോമ. ഇതൊക്കെ എന്തിനാ? എന്റെ കർത്താവേ, ഇവന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന സിന്തറ്റിക് സത്താന്റെ പിടിയിൽ നിന്ന് ഇവരെ നീ വിടുവിപ്പിക്കണമേ അപ്പാ. അങ്ങയുടെ കൃപ ഇവന്റെ മേൽ ചൊരിയുമാറാകണമേ. മുന്നിൽ പുഞ്ചിരി തൂകണ ചേച്ചി, പിന്നിൽ എന്തിനെ ക്ഷണി കാച്ചി, പല ദൂഷണം പരത്തണ പൂച്ചി, എല്ലാ വീട്ടിലും മാറി പാടി ചേച്ചി എന്തിനെ ഇങ്ങനെ കാട്ടി, നാട്ടിലും വീട്ടിലും മാട്ടി. നിന്റെ മോനെ പിടിക്കാൻ വന്നതായിരിക്കും പോലീസ് എന്ന്. അവരാകെ കേട്ടത് പാതി, ബാക്കി കയ്യെന്നിട്ടങ്ങ് പാടി. ഇത് ദിവസേന കഴിക്കണം. നിന്റെ ബ്ലഡിലുള്ള ഡ്രഗ്സിന്റെ അംശം മുഴുവൻ ശുദ്ധീകരിക്കും. കൊച്ചു കേരളത്തിൽ നടക്കണത്. അടി വെച്ച തീവ്രവ്യാധി അണ്ടനും അണ്ടനുമാതി. ജോയിന്റ് കഞ്ചാവ്. ഇവൻ കള്ളും കഞ്ചാവ് വലിച്ച് തിരിഞ്ഞു തന്നെ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? അയ്യേ, കണ്ണീന്നൊക്കെ ഒലിക്കണല്ലേ. നാണം ഉണ്ടാടാ പട്ടിയെ പോലെ മോങ്ങാൻ വാണമേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? അണ്ണന്മാരെ, എന്റെ സാറിനെ ഒന്ന് തല്ലണം. ഭയങ്കര ചൊറയാ. പൊട്ടിക്കണോന്ന് പറഞ്ഞാൽ നിങ്ങളെ സാറിനെ പൊട്ടിച്ചിറങ്ങല്ല, ജസ്റ്റ് ഒന്ന് തല്ലിയത്. യോ, കഞ്ചാവ് മേടിക്കാനുള്ള കാശ് കേട്ടോ. കൊച്ചു കേരളത്തിൽ നടക്കണത്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നാട്ടുകാരി പറയുന്ന കേട്ടിട്ടിരിക്കാനാണെങ്കിലേ ദേവിടെങ്കിലും ഇരിപ്പേ ഉണ്ടാവുള്ളൂ. ഉള്ള സമയത്ത് 4 അക്ഷരം പഠിച്ച് ഒരു ജോലി ഉണ്ടാക്കാൻ നോക്കും. ടോട്ടൽ ഇൻകം ഓർ നാഷണൽ ഇൻകം ഓഫ് ദ ടൈഗർ വി ക്യാൻ കാൽക്കുലേറ്റ് ദ. ആ ക്രാപ്പ് ഒന്ന് ചവിട്ടുന്ന നിർത്താവോ? എന്തായി മക്കളെ, റിസൾട്ടിന്റെ കാര്യമൊക്കെ? വന്നിട്ടില്ല, ഇപ്പൊ വരും.
അല്ല ഇത് കഴിഞ്ഞാൽ എന്താ പ്ലാൻ? എന്തായാലും ഈ നാട്ടിൽ നിൽക്കുന്നില്ല. ഓ പാസ്സായ അപ്പൊ തന്നെ നാട് വിടും. അച്ഛാ ഡിഗ്രി പഠിക്കാൻ വേണ്ടി നമ്മൾ UK പോകാൻ നിൽക്കുന്നത്. UK അതാകുമ്പോ പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്യാം, കാശും കിട്ടും. നല്ല രസമാ. അപ്പൊ നീ UK പോണത് കാര്യമായിട്ട് പറഞ്ഞാണല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഓ ആയിക്കോട്ടെ. പിന്നെ റിസൾട്ട് വന്നാ പെട്ടെന്ന് അറിയിക്കണം. ഞാൻ ഫ്ലെക്സ് കട പോയിട്ട് വരാം. നോക്ക്. പിന്നെ ഓ ഫോട്ടോയുടെ ക്ലാരിറ്റി ഒട്ടും കുറയണ്ട. ഇല്ല സൈസും കൂട്ടിക്കോ. അതൊക്കെ ഞാൻ ചെയ്തോളാടാ. നിങ്ങളൊക്കെ അടിപൊളിയാണെന്ന് നാട്ടുകാരെ അറിയട്ടെ. ഡേയ് തോറ്റാന്തി ഞാൻ എന്തായാലും ജയിക്കും. അതെ എടാ, ഞാൻ തോക്കുന്ന ഡൗട്ട് ഉണ്ടാ. അത് പരീക്ഷയ്ക്ക് മുന്നേ ഇരുന്ന് ആലോചിക്കണമായിരുന്നു, ഇരുന്ന് പഠിക്കണമായിരുന്നു. ആര് ജയിച്ചാലും തോറ്റാലും ഞാൻ കയറി പോവും. എന്നെ തടയാൻ നിൽക്കരുത്. ഞാനും പോവും. സൂപ്പർ, അടിപൊളി, നൈസ് നൈസ്. സൈറ്റ് വന്നിട്ടുണ്ട്. അജിന്റെ നമ്പർ പറ. ഫസ്റ്റ് ഞാനാ. നീ തന്നെ. 11 തോക്കൂ. 11 90 വന്നാ 228 220. കർത്താവേ. അജിൻ പാസ്സായി. പിന്നെ അജിൻ തൂക്കായിരിക്കോ? അജിൻ ഈസ് ബാക്ക്. എന്റെ നോക്ക് നമ്പർ പറ. 11 90 225. അമ്മ ഞാൻ ജയിച്ചു ചേട്ടാ. ജയിച്ചടാ. നിന്റെ ജയിച്ച സ്ഥിതിക്ക് എന്റെ നോക്കണോ? പറ 11 90 90 235. എന്താ എന്ത് തോറ്റ്? ഇതെങ്ങനെ സംഭവിച്ചു? നീ നിന്റെ ഫോണിൽ നോക്കിയേ. നിന്റെ ഫോണിലൂടെ നോക്കണല്ല. എടാ ഏത് സ്ഥാനത്ത് നോക്കിയാലും തോറ്റതല്ലേ? അയ്യേ, ഉമ്മച്ചി ഇതറിഞ്ഞോ ഉമ്മന്റെ കവാലടിച്ച് തിരിക്കും. നിന്റെ ഷോ കാരണമാണ്. നീ നിന്റെ നോക്കിയാണ്. നോക്കങ്ങോട്ട്. എന്റെ പിന്നെ നോക്കാം. കളിക്കാ നോക്കടാ. നോക്കണം പിന്നെ നോക്കാനാ. ഒരുത്തോടെ തോറ്റിരിക്കുമ്പോഴാണ്. വിനായകെ തോക്കണേടാ. ഒന്ന് ചുമ്മാ അതിരി ആശ്രേ. എന്റെ 30 കോടി ദൈവങ്ങളെ കൊത്തോണേ. തോറ്റോണേ എന്നെ ഒറ്റയ്ക്കാക്കില്ലടാ. ഇത് ഒന്നുകൂടെ നോക്ക്. ഒന്നുകൂടെ നോക്കടാ. ഞാൻ ജയിച്ച്. ചതിച്ചല്ലേ? ചതിച്ചല്ലേ നീയൊക്കെ? ആശ്ര നീ ഒന്ന് സമാധാനപ്പെടാ. നമുക്ക് അടുത്ത വർഷങ്ങളിൽ എഴുതിയെടുക്കാം. നീ കഴിവുള്ളവനല്ലേ, നീ എഴുതി കിട്ടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ പ്രോത്സാഹനം എനിക്ക് താ. ഞാൻ തോറ്റ് തെറിച്ച് കിടക്കുകയാണ് ഇവിടെ. ഇനിയിപ്പോ ഞാനില്ല. നിങ്ങൾ എങ്ങനെയാടാ കേറി പോണ? പോവും. ഞാൻ പോവും. ഞാനും പോവും. അടിപൊളി ഫ്രണ്ട്സ് കേട്ടോ. ഒരു മിനിറ്റ് ചോദിക്കാം. ആ മോനെ ഫ്ലെക്സ് റെഡി ആയിട്ടുണ്ട്, കേട്ടെ. ഫസ്റ്റ് കാറിന്റെ ഫ്ലെക്സ് നിങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അടിച്ചാ മതിയായിരുന്നു. അതെന്താടാ നീ പിന്നെയും തോറ്റ? ഞാൻ തോറ്റില്ല, ഞാൻ ജയിച്ച്. പിന്നെന്താടാ? അച്ഛാ അതെ, ഹാഷർ തോറ്റുപോയി. കുഴപ്പമില്ലടാ, വകുപ്പുണ്ടാക്കാം. ശരി അച്ഛാ. ഞാനും കൂടെ എഴുതിയെടുത്തിട്ട് നമുക്ക് അടുത്ത വർഷം ഒരുമിച്ച് UK പോവല്ലേ? ഓ വേണ്ട, ഞങ്ങൾ എന്തായാലും കയറിപ്പോവും. നീ എഴുതിയെടുത്ത് അങ്ങ് വന്നാ മതി.
ഒരു വർഷം പോയിട്ട് ഒരു മാസം പോലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നീ ഇത് എഴുതിയെടുക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതെ, ആകെ 3 വിഷയമല്ലേ പോയുള്ളൂ. അതൊരു വിഷയമാക്കേണ്ട കാര്യമുണ്ട്. ആകെ ഉള്ളത് 6 വിഷയം. അതിലൊരെണ്ണം മലയാളമായിരിക്കും. അതിപ്പോ ഞാൻ എഴുതിയാലേ A+ അടിക്കൂലേ. അതുകൊണ്ട് അത് വിട്. ബാക്കിയുള്ള 5 വിഷയത്തിൽ 3 എണ്ണം പൊട്ടിച്ചിട്ട് ഇന്ന് വർത്താനം പറയുന്നോടാ. എന്തൊക്കെ ബഹളായിരുന്നു. അവന്റെ ഒരു ഊക്കേ പോക്ക്. എന്നിട്ട് ഊക്കേ പോയല്ലോ. നിന്റെ ഉമ്മ ഇവിടെ അരിമണി കൂട്ടണ പോലെ ഉണ്ടാക്കി വെച്ചിട്ടാ നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്. അല്ല നിന്റെ ബാപ്പ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇവിടെ നിന്ന് പോയത്. അവന്റെ ഒരു ഊക്കേ. UK നല്ല സ്ഥലമാണ് അപ്പച്ചി. പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും പറ്റും. പിന്നെ അവിടെ രാത്രി കുറവാ, പകലാ കൂടുതൽ. 18 മണിക്കൂർ പകലായിരിക്കും. അപ്പൊ എനിക്ക് കൂടുതൽ നേരെ ഇരുന്ന് പഠിക്കാനും പറ്റും. ഓ 18 മണിക്കൂർ ഇരുന്ന് പഠിക്കുവോ? ആ, ഇവിടുത്തെ പകല് പഠിച്ചിട്ട് കാര്യം ഉണ്ടായില്ല. പിന്നെ അവൻ പറയുന്നത് കേട്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലതാ. അതിപ്പോ കഞ്ചാവ് കേസിൽ പിടിച്ചകത്ത് പോയാലും നാട്ടിൽ നിന്ന് മാറി നിൽക്കാം. ഈ വീട് വിറ്റിട്ടാണെങ്കിലും ഇവനെ വിടണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഇത് വാടക വീടായി പോയില്ലേ. ഉടമസ്ഥനോട് കൂടി ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ മോശമല്ലേ? കൈക്ക് എനിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നടാ നിന്നെ. നീ അപ്പൊ UK പോയിനെ എന്ത് ചെയ്യൂടാ? മിസ് ചെയ്യണ്ട, ഞാൻ പോവും UK. നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ പോവും. വിനായകെ, അജിനെ, അല പോവില്ലേടാ. അല പോവും, അല പോവും. വിനായകെ, അജിനെ, അല പോവില്ലേടാ, പോവില്ലേടാ. എന്റെ പൊന്നാശിറ, ഞാൻ എങ്ങനെയാലും UK പോവും. പോവില്ലേടാ. എനിക്ക് ഈ നാട്ടിക്കാൻ വയ്യേ. പോവില്ലേടാ. ഒരു തരി സ്നേഹം പോലും ഇല്ലേടാ. ഞാൻ പോവും UK. നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ പോവും. അല്ലെ കൂട്ടത്തിൽ എനിക്കല്ലേ ഇംഗ്ലീഷ് അറിയാവൂ. എന്റെ പൊന്ന് ആശിറ, ഒന്ന് വെച്ചിട്ട് പോടാ. വിനായകെ, അജിനെ, അല പോവില്ലേടാ. ഹലോ ഹലോ ഹലോ. അല്ലെ എനിക്ക് വയ്യ എളിയോടെ ഒറ്റയ്ക്ക് നിൽക്കാൻ. നാട്ടുകാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് ഇടിക്കുക ഒളിയാ. ഞാൻ മാത്രം ഓളി എനിക്ക് കഞ്ചാവ്. വെറുതെ വെറുപ്പിക്കാതെ വെച്ചിട്ട് പോയ ആശിറ. വിനായകെ പോവില്ലേറിയാ. ഞാൻ പോവും. ഇനി ആരൊക്കെ പറഞ്ഞാലും ഞാൻ പോവും. മരിച്ചു പോയതിന്റെ വാപ്പ വന്നിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ആശിറ ഞാൻ UK പോവും. അല പോവും. എന്റെ പൊന്നാശിറ, ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഒന്ന് വെച്ചിട്ട് പോടാ. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരും. കൈതട്ടി കട്ടായി പോലടാ. മനഃപൂർവ്വമല്ലല്ല. പോവില്ലേടാ. നീ ആ സപ്ലി എങ്ങനെയെങ്കിലും ഒന്ന് എഴുതിയിട്. പിന്നെ ഓവറായിട്ട് പഠിച്ച് ഡോക്ടറൊന്നും ആവാൻ നിക്കല്ലേ. ഓ ശരി, ഞാൻ ഡോക്ടറോട്ട് ആദ്യം നിന്റെ അച്ഛന്റെ ചൊറി മാറ്റി കൊടുക്കാൻ. ഞാൻ ചൊറി. ശരി. മക്കളെ UK എന്നൊക്കെ പറഞ്ഞാ കുറഞ്ഞത് 10-25,000 രൂപയെങ്കിലും ഇല്ലാതെ പോകാൻ പറ്റുമോ? 25,000 രൂപയാ? എന്തിനെനിക്ക് UK ചെന്നിട്ട് കപ്പലിന് വിട്ടായി മേടിച്ചു തിന്നാനാ? എന്റെ ഉമ്മ ലക്ഷങ്ങളുടെ പരിപാടിയാണ്. എനിക്ക് ആരെങ്കിലും കടം മേടിച്ച് തന്നേ പറ്റൂ. ഞാൻ അവിടെ ചെന്ന് പലിശ അടക്കം വീട്ടിക്കോളാം. നീ എന്തോന്ന് വർത്താനല്ലേ പറയുന്നേ? ലക്ഷങ്ങൾ കടം തരാൻ നമുക്ക് ആരായിരിക്കുന്നേ? ഉമ്മുമ്മ ഇപ്പൊ എവിടെ ഉണ്ട്? ഓ എന്റെ ചുന്ദരി ഉമ്മുമ്മ എന്തിനു ഓട്ടോ വന്നാ? ഒരു ഊബറി വന്നുകൂടായിരുന്നാ? ഉമ്മറിനോട് ഞാൻ പറഞ്ഞതാ മക്കളെ, അവൻ കേക്കണ്ട്. ഉമ്മുമ്മ വാ. തള്ളേം തന്തേം വിളിച്ചില്ലെങ്കിൽ നീയെങ്കിലും എന്നെ ഓർത്തല്ലോ. UK പോകുന്ന വിവരം മോൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നു. ഉമ്മ അറിയില്ലായിരുന്നടാ. ചുന്ദരിയുടെ ആ പഴയ ഗ്ലാമറൊക്കെ അങ്ങ് പോയി. ഒന്നും കഴിക്കുന്നില്ലേ? ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആരാ? ഞാൻ UK പോയാലും ഉമ്മുമ്മ ഇവിടെ തന്നെ താമസിക്കണം. ഒരുപാട് ദിവസം താമസിക്കണം കേട്ടാ. കഞ്ചാവ് ചെറുക്കൻ്റെ ഉച്ചയിൽ കയറിയോ? ഇതാണ് ഉമ്മയുടെ റൂം. എത്ര നാളെ ഞാൻ ഉമ്മച്ചിയെ കണ്ടിട്ട്. ഞാൻ ഒന്ന് സ്നേഹിക്കട്ടെ. പിന്നെ ഈ കമ്മല് പുതിയതാ? ഇത് പഴയത്. നിന്റെ ഉപ്പുള്ളപ്പോ വാങ്ങി തന്നത്. മാല പുതിയതാ. 20 സെന്റ് എഴുതി കൊടുത്തപ്പോ ഉമ്മർ വാങ്ങി തന്നത്. അപ്പം വള 4 പഴയത്. എല്ലാം കൂടി ഒരു 7-8 പവൻ കാണുമല്ലേ സുന്ദരി? ബാക്കി എവിടെ പോയി? 23 പവനും 2.5 ഗ്രാമും. 23 പവൻ അപ്പത്തേക്ക്. വാ, ഞാൻ സുന്ദരിയെ സ്നേഹിക്കട്ടെ. ആരാണ് ചേട്ടൻ? നിന്റെ പുഴുത്ത നാവ് കൊണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത്. 14 വർഷമായി ഇവന് ഈ വീടിന്റെ പടി ചവിട്ടിയിട്ട്. ഇപ്പൊ കേറി വന്നിരിക്കുന്നു സഹായം ചോദിച്ചോണ്ട്. നാണമില്ലാത്ത നാറി. ഈ വീട്ടിൽ കയറി പോകാരെന്ന് നിങ്ങൾ തന്നെയല്ലേ അത് ഞാനാ പറഞ്ഞത്. ഇവനെ ഈ വീട്ടിൽ കേട്ടില്ലെന്ന് വെച്ച് ആരും ഒരു കുറ്റവും പറയത്തില്ല. മനുഷ്യന് ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലേ സ്വത്തും പണമൊക്കെ.
അന്നെൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാശില്ലാത്തതുകൊണ്ടാ ഞാൻ വസ്തുവിൻ്റെ വീതം ചോദിച്ചത്. എന്നിട്ട് നിങ്ങൾ തന്നോ? അന്ന് എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അവളിപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഇന്ന് അതുപോലെ ഒരു ആവശ്യം വന്നോണ്ടാ നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നത്. എനിക്ക് ചോദിക്കാനായിട്ട് എൻ്റെ എന്ന് പറയാൻ ഇനി വേറെ ആരുമില്ല. ഈ തവണയെങ്കിലും എന്നൊന്ന് സഹായിക്കണം. ഈ കള്ളം കഞ്ചാവ് അടിച്ചെടുക്കുന്ന ചെറുക്കിന് വേണ്ടി തെണ്ടാൻ നിനക്ക് നാണമില്ലടാ. ഇവനെയൊക്കെ എത്ര പിടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അതെങ്ങനെയാ? നിന്റെ അല്ലേ വിത്ത്, എങ്ങനെ ഗുണം പിടിക്കാനാ? അതെ, കാര്യം ശരിയാണ്. നിങ്ങൾ എൻ്റെ ചേട്ടനാണ്. എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, പക്ഷെ എൻ്റെ മോനെ പറയരുത്. അതെനിക്ക് സഹിക്കൂല. നിങ്ങളുടെ സ്വത്തും പണമൊന്നും എനിക്ക് വേണ്ട. എനിക്കുള്ളതൊക്കെ വിറ്റിട്ടാണെങ്കിലും ഞാൻ ഇവനെ കയറ്റിവിടും. നിങ്ങൾ കണ്ടോ? വാ. ഇവിടെ നിൽക്കുന്നതൊക്കെ നല്ലത് പുറത്തു പോകുന്ന തന്നെ. അതെ അതെ, പക്ഷേ ഈ പൈസയുടെ കാര്യത്തിലാണൊരു അത് നോക്കാം. നീ എവിടാ? ഞാൻ പുറത്തിറങ്ങിയതാ. എന്താ? ഇവിടെ ഒരുത്തിന് പുറത്തു പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ അച്ഛൻ അങ്ങോട്ട് കയറ്റി വിടാൻ തീരുമാനിച്ചു. ഇങ്ങോട്ടോ? എന്തിന്? ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവന് UK പോണോ? UK പോകാനുള്ള കാശ് അച്ഛനെടുത്ത് വെച്ചിട്ടുണ്ടാ. അവിടെ പെട്ടെന്ന് കയറാൻ പറ്റി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഏർപ്പാടാക്കാം. വിസ വന്ന മര്യാദക്ക് കയറിപ്പോയിക്കോളണം. ഞാനൊരുത്തൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബം വഴിച്ചാക്കുന്നത്. മനസ്സിലായ? സാമ്പാറോളം പേർ അങ്കിളിനെ വിളിച്ച് പറഞ്ഞോളാം. നീ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ നിന്ന് പഠിച്ചാ മതി. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? നീ നോക്കിയിരുന്നു ദുബായ് എങ്കിൽ ദുബായ്. എന്തോന്നാടാ നീ ചെയ്യുന്നേ? അവന്മാര് പോകുമ്പോ എന്തെങ്കിലും കൊടുത്തിടണ്ടേ? അതുമല്ല, അവന്മാർക്ക് ഞാൻ എന്തുണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടം. അതിന് ഇത്രയും ഉണ്ടാക്കണോ? കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇരിക്കണ്ടേ? അപ്പോഴേക്ക് ഞാനങ്ങ് കയറി ചെല്ലൂലേ. ഇതിന്ന് ഓരോ കഷ്ണങ്ങൾ അവന്മാർ കഴിക്കുമ്പോഴും അവരെന്നെ ആലോചിക്കണം. എങ്ങനെയുണ്ട്? അച്ഛനെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ് ഒരു വിഷമം. അത് ഓർക്കുമ്പോഴാ. അല്ല, നിന്നെ ഒറ്റയ്ക്കാക്കി പോകുന്ന അതിലും വിഷമമാണ്. ഓ എടാ സത്യം. ആശ്രയ, നീ വിഷമിക്കണ്ട. നമ്മളെ സെറ്റ് ഉടനെ നിന്നെ കൊണ്ടുപോവാം. ആ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, നല്ലതന്നല്ലേ. ബ്രോ, എന്താണ് ബ്രോ? സജിൻ ബ്രോയുടെ ബ്രോ എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ സ്വന്തം ബ്രോമാരിയാ അല്ലടാ. പുതിയ സ്ഥലം, പുതിയ ഫ്രാൻസ്, ഇതൊക്കെ നമ്മുടെ ചാൻസ്. കൃഷ്ണൻകുട്ടി, ഇത് മമ്മൂക്കായ, ഇത് സുഭാഷ്, ബാബു, മൊട്ടമൂർത്തി, സുശീലൻ, എല്ലാം പുതിയത്. നല്ലതിനല്ലേടാ ബ്രോ. എന്നാ കേറി വാ. അപ്പൊ നമ്മൾ വിശദമായിട്ട് വൈകുന്നേരം എല്ലാവരെയും പരിചയപ്പെടാം. ഓക്കെ? ഇപ്പൊ പോയി നീ റെസ്റ്റ് എടു. ഓക്കെ അങ്കിൾ. അങ്കിള് ഇവിടെ അങ്കിളിച്ചായിക്കൊന്നുമില്ല. ഓൺലി ബ്രോസ്. ഇവിടെ ഭയങ്കര വൈബല്ലേ. സോ കോൾ മീ ബണ്ണി ബ്രോ. അതെ, നിനക്ക് സന്ധിവാദമൊന്നുമില്ലല്ലോ? ഉണ്ടോ? ഇല്ല. ആ, വെരി ഗുഡ്. അപ്പൊ ബ്രോ ആ ഡെക്കിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിക്കോ. ഞങ്ങൾക്കാർക്കും അത്രയും പൊക്കത്തിലേക്ക് വലിഞ്ഞു കയറാൻ പറ്റില്ല. മൊത്തം വാദമല്ലേ. അപ്പൊ നീ ഉഷാറായിട്ട് ആ ഡെക്കിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിക്കോ. ദുരട്ടലല്ല എന്റെ പണി. പാവം പയ്യെന്ന്. ഭയങ്കര പാവം. ബ്രോ,
ഞങ്ങളൊക്കെ ഇത്തിരി ലഹരി ഉപയോഗിക്കുന്ന കൂട്ടത്തിലാട്ടോ. വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോട്ടോ. അയ്യോ ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. ഓ നീ എന്തിനാ ചെക്കൻ നോക്കി പേടിപ്പിക്കണേ? നിന്റെ വലിയേട്ടൻ കളിയൊക്കെ നീ അങ്ങ് വീട്ടിൽ വെച്ചാൽ എടാ അവൻ ഇത്തിരിയൊക്കെ ലഹരിയൊക്കെ ഒന്ന് നോണിയട്ടെ. ഒന്നുമില്ലെങ്കിൽ അവനൊരു പുരുഷനല്ലേ. ആ പുരുഷൻ. ഓ ആ സുശീലൻ ബ്രോ നിർത്തടാ. പെട്ടെന്നങ്ങ് വന്നേക്കണടാ പൊന്നു മോനെ. നീ ഞങ്ങളെ മിസ് ചെയ്യോടാ. ഇവര് കൊണ വർത്തമാനം പറയില്ല, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാക്കിടും. എന്റെ ഹാഷറെ നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കേ. ഇടയ്ക്ക് നീ വീട്ടിലേക്കൊക്കെ ഒന്ന് പോണേടാ. ആ പിന്നെ ഇതാടാ ഈ ആശനെ എടുത്ത് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിയത്. നീ അപ്പൊ ഇതുവരെ മിണ്ടിയില്ലേ? ആ അത് വിട് നീ. അതെ ഈ പ്ലെയിനിൽ നിന്ന് പലതും കിട്ടും, അതൊന്നും വാങ്ങിച്ച് തിന്നാൻ നിൽക്കരുത്, വെറുതെ വയറ് കേടാവും. ഞാനൊരു 3 കുപ്പി അരിഷ്ടം ബാഗിൽ വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോളണം, വയറ് നല്ല ശുദ്ധിയാവും കേട്ടോ. പെട്ടെന്ന് വന്നേക്കണ മക്കളെ, ഡാ അച്ഛനെ കൂടി ഒന്ന് കെട്ടിപ്പിടിക്കടാ. സമയായി മോനെ, ചെല്ല്. മോനെന്തിനാ വിഷമിക്കുന്നേ? അച്ഛൻ കൂടിയില്ലേ, പോയിട്ട് വാ. എന്താടാ എടാ പെട്ടെന്ന് ഗേറ്റിന് എടുത്തോട്ടെന്ന് വരുമോ? എടാ എനിക്ക് വിഷമൊന്നുമില്ലടാ. ഒരു സാധനം തരാനാ, വാടാ. എന്തു പറ്റിയടാ? അവനാ ചിലപ്പം അവന്റെ കൂളിംഗ് ഗ്ലാസോ മാലെന്തോ തരാനായിരിക്കും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ വരാം. വാടാ. അതെ ഡാളിയ ലഗേജിന് ഭയങ്കര വെയിറ്റ്. ഇത് നീ കൊണ്ടുപോ, പെട്ടെന്ന് പിടി, ഫ്ലൈറ്റിന് സമയമായി. വിളിച്ചോളാം. പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. ആ സ്വർണ്ണമൊന്നും ഇല്ലാതെ അങ്ങോട്ട് ചെന്ന ആ ഉമ്മർ എന്നെ വീട്ടിൽ കയറ്റത്തില്ല. അവനത് തിരിച്ചടിച്ച് തരുമല്ലോ അല്ലേ? പിന്നെ അവനിങ്ങ് തിരിച്ചെത്തിയ അപ്പൊ തന്നെ എടുത്തു തരും. അവൻ എന്ന് വരും? അത് ക്ലാസ് ഒക്കെ കഴിയണ്ടേ, ഒരു 4 കൊല്ലം കഴിയുമ്പോ എത്തും. വധുരങ്ങള് 4 കൊല്ലവോ? നല്ല തണുപ്പല്ലേ? കൊള്ളാം. രണ്ടുപേർക്ക് ഒരിടത്തായിരുന്നേ കൊള്ളായിരുന്നു. വലിയ ദൂരമൊന്നുമില്ലെന്നാ ഇവര് പറയുന്നേ. ഭാഷയാണൊരു വിഷയം. നിനക്ക് പിന്നെ ഇംഗ്ലീഷിന് B+ ഉള്ളതുകൊണ്ട് കുഴപ്പം കാണൂലല്ലേ? B+ഉം ബിയും തമ്മിൽ എന്താണ് വ്യത്യാസം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാക്കിന്റെ ആവശ്യമൊന്നും ഇല്ല, കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. കോക്കറി കാണിച്ചിട്ടായാലും സായിപ്പിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ പിന്നെ പരീക്ഷയ്ക്ക് നീ എന്തോ ചെയ്യും? കോക്കറി വരെ ചോദിക്കോ? എടാ അതിന് നമ്മളെ ക്ലാസ്സിൽ ഫുള്ള് ഫോറിനേഴ്സ് അല്ലേ, ഇംഗ്ലീഷൊക്കെ നമ്മൾ ഈസി ആയിട്ട് പഠിക്കും. നമ്മൾ പൊളിക്കും. UK നമ്മുടെ കയ്യില. സെറ്റ് വിളിക്കേ. അവിടെ ചെന്ന വലിയ കോളേജും സൂപ്പർ സൗകര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ ഇവിടെ ഏതെങ്കിലും ഊള ട്യൂഷൻ സെന്ററിലും. നിന്റെയൊക്കെ ടൈമടാ. ക്ലാസ്സിലൊക്കെ നിറച്ച് ബ്രിട്ടീഷുകാർ പെണ്ണുങ്ങളായിരിക്കും. എനിക്കിവിടെ ആരെങ്കിലും ഒന്ന് സെറ്റാക്കി തരണേടാ. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്ക് സെറ്റാക്കി തരും. ഓരേ, താങ്ക് യു. മലയാളികളാ. ബ്രോ കേറിപ്പോരും. എന്തായാലും ടെൻഷൻ. ബ്രോ ഹാപ്പി അല്ലേ? ഹോം സിക്നെസ് ഒന്നും വേണ്ട കേട്ടോ, നമ്മുടെ നാട് പോലെ തന്നെയാ. ഇവരെല്ലാം നമ്മുടെ പിള്ളേരും. ഇവിടെ ഇങ്ങനെ തന്നെ അല്ലേ?
there are different theories about social movements. The following are the important theories on social movement. First one is labor theory. സാറേ എനിക്ക് മൂത്രമൊക്കെ ഒന്ന് പോണം സാറേ ജീവിത പ്രശ്നമുണ്ട് സാറേ അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? Second one is Mancure-Olson's theory. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിടി. ശരിക്കും കയ്യിന്ന് പോയി. നിനക്ക് എന്നെ ഇഷ്ടമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിലൊന്നും പോയി ചാടത്തില്ലായിരുന്നു. എല്ലാം നിയന്ത്രിക്കാൻ ഒരു പെണ്ണില്ലാത്തതിന്റെ കുഴപ്പം. ഏറ്റില്ല. വാട്ട് എ കോഇൻസിഡന്റ്. പടച്ചന്റെ ഓരോ കളികളെ. അല്ലേ ഞാനും നീ ഒരേ സ്ഥലത്ത് വരൂലല്ലോ അല്ലേ? പക്ഷെ ഞാനിവിടെ പഠിപ്പിക്കാൻ വന്നതാ. നീയോ? എഴുതാനും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഫി കുടിക്കാൻ പോയാലോ? എനിക്ക് കോളേജിൽ പോകണം. ശരി. ഈ കിട്ടുന്ന സമയം വല്ലോ നീ പഠിക്കാൻ നോക്ക്. കോഫിയും കുടിച്ച് നടക്കാണ്ട്. അലനെ എപ്പ വേണേലും കാണാടാ. ഇവിടെ നിന്ന് 12 മൈലേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പോയിട്ട് വരാം. പക്ഷെ ഇവിടുന്ന് 8514 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഗൂഗിൾ നോക്കി. ഒരു വല്ലാത്തൊരു നോട്ടം ആയിപ്പോയി. നിനക്ക് വയ്യടാ ആശ്രയ. Ma'am, job vacancy here, 100% hard work, ma'am. No jobs for Indians. Get out. I eat vegetable. I know vegetable. I sell vegetable. Thank you. Ma'am, all size I know. I work 100% sure. Sorry, now get out. Ma'am, I'm a good hookaholic. What? Hookaholic. You idiot. Get lost. എത്ര ദിവസം കൊണ്ടാ ജോലിക്ക് വേണ്ടി കിടന്ന് ഓടുന്നത്. ഇനിയും ജോലി കിട്ടില്ലെങ്കിൽ നമ്മൾ പെടും. കയ്യിലാണെ 5 പൈസ ഇല്ല. ഇനി എന്തോന്നും പറഞ്ഞ് വീട്ടിൽ പൈസ ഒഴിക്കും. ഇന്ത്യക്കാരെ കാണുമ്പോഴേ ഓടിച്ച് വിടിയല്ലേ. നാട്ടുകാരുടെ കൊണയടി മഴ നടുകടത്തില്ലേ, വെട്ടുകാരുടെ ബിപി കൂട്ടാൻ UK പോവണ്ടേ, UK പോവണ്ടേ, പാടെ ജോബ് എടുത്തിട്ട് പൗണ്ട് വാങ്ങണ്ടേ, ഫുള്ളോ നടക്കണ്ടേ, കുടുംബക്കാരെ പണയം വെച്ച് കുടുക്കിലാക്കിയില്ലേ, ലോക്കിലായില്ലേ, അയ്യോ അടച്ചിട്ടേ, അതർവൈസ് ശക്തിയാവൂലേ. ഫുൾ ഗ്രോത്ത് ഓഫ് ഇന്ത്യ. ഇതോടെ അച്ചാറിങ്ങനെ തിന്ന് തീർക്കല്ലേ. നിന്റെ ഇക്കാക്ക് അടുത്ത വർഷം UK പോകുമ്പോ കൊണ്ടുപോകാനുള്ളതാ. വന്ന അന്ന് മുതൽ ഓടെയാണ് ബ്രോ. ഇതുവരെ ഒരു പണിയും സെറ്റായില്ല. ബ്രോ വിചാരിച്ച എന്തേലും നടക്കുവോ? ബ്രോ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ തന്നെ എൻ്റെ ഭാര്യയുടെ സ്പോർട്സ് വിസയിൽ വന്നതാണ്. അതുകൊണ്ടൊക്കെയാണ് പിടിച്ചേക്കുന്നത്. പിന്നെ ബ്രോയ്ക്ക് NHS സർട്ടിഫിക്കേഷനും ഇല്ലല്ലോ. എന്തേലും വഴിയുണ്ടോ ബ്രോ? ഒരു വല്യപ്പനെയും നോക്കാൻ പറ്റുമോ? ഒരു പരട്ട കലിപ്പം കിളവനും ഓർമ്മയില്ലാത്തൊരു കിളയും. ഇവിടുത്തുകാരല്ല, സംഭവം കുറച്ച് ഇല്ലീഗലാണ്. NHS വരെ തള്ളിക്കളഞ്ഞൊരു കപ്പിളിനെ നോക്കണം. പിടിച്ച എന്തായാലും പണി കിട്ടും. നോക്കണോ? എന്ത് വള്ളി വേണമെങ്കിലും പിടിക്കാൻ തയ്യാറായിട്ടുള്ള മാനസിക അവസ്ഥയിലാണ് ബ്രോ ഞാൻ. എനിക്ക് എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് UK പോകണം കണ്ണ. UK? അയ്യോ, അതിന് മാത്രം പൈസ ഒന്നും ഞാൻ തരത്തില്ല. ഇവിടുന്ന് കിട്ടുന്ന കാശിന് കൂടി വന്നാൽ നിനക്ക് എറണാകുളം വരേക്ക് പോവാം. ലുലു മാളിലൊക്കെ ഒന്ന് കറങ്ങാം. പക്ഷെ അവിടെ സാധനം ഒന്നും മേടിക്കാൻ നിൽക്കില്ലേ. ചേച്ചിയൊക്കെ കൊണ്ട് തിരിച്ചു പോരണം.
Hey, what are you doing? Trying to love and care. Don't make any noise, nigga. Eh? You get me? Oh. You get me? അമ്മച്ചി വാട്ടത് ടാപ്പ് വെള്ളം തള്ള ഇത് പണിയാണ് തള്ള എനിക്ക് അടി മേടിച്ചിട്ട് എന്ത് പരിപാടിയാ തള്ള കാണിച്ചേ You broke that. Idiot. No, see. I am no. See. See it. कैसे लोग बिने ഞാൻ കഷ്ടിയാട്ടു അറിയില്ലേ I'm not plumber, I'm virgin. Oh, the plumber, you fool. വിളിക്കാം ഹലോ പ്ലംബർ Hey, hi. Oh yeah. Okay. Smooth. Easy. Oh yes. Okay. It's done, man. താങ്ക് യു സാർ പോയാ You bloody idiot. Call the electrician. ഹലോ ഇലക്ട്രീഷ്യൻ ഇയാൾ ഇവിടെ ബ്രോ ഹിയർ മലയാളത്തിൽ പറഞ്ഞാൽ മതി മോനെ. നാട്ടിലെവിടെയാ ഏട്ടാ? മിസ്സേ ഗുഡ് മോർണിംഗ്. ആ ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റിയേ കൊള്ളായിരുന്നു. എന്തിന്? ആ ഡി പി ഒക്കെ ഒന്ന് കണ്ടിരിക്കാനാ. മിസ്സേ സാർ ഗുഡ് മോർണിംഗ്. ടീച്ചർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വാട്ട് എ ഡേ. ഈ ചൂടുകാട്ടിരിക്കാനൊന്നും എനിക്ക് വയ്യ. അച്ഛൻ്റെ അടുത്ത് പറ. ഞാനെന്ത് പറയാനാ, നീ ഒറ്റയ്ക്കില്ലല്ലോ, സജനും ഇല്ലേ ഇവിടെ? അവന് പറ്റുമെങ്കിൽ എനിക്ക് പറ്റൂല. അങ്ങോട്ട് പോയില്ലേ ഉള്ളൂ. അമ്മ വിളിക്കുന്നു. എന്റെ ചുട്ടുമണി ഭയങ്കര ബോറടി കളി എവിടാ. നാട്ടിലായ പോലും ഞാൻ അങ്ങനെ വെറുതെ നിൽക്കാറില്ല, നിനക്കറിയാല്ലേ. എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കും. ഞാൻ ഇപ്പൊ വിളിക്കാം. അർജന്റ് പ്ലാന്റ് വാഷിംഗ്. That's not your food. That's for my horse. You understand? But it is tasty. Idiot. ഇത് നോക്കി പഠിച്ചെന്ന് എനിക്ക് ഈസി ആയിട്ട് ജയിക്കാം. എക്സാം കഴിഞ്ഞ് ഇതേപോലെ അങ്ങ് തിരിച്ചു തന്നേക്കണേ. ഓ പിന്നെ കോപ്പിയൊന്നും വിട്ട് നശിപ്പിച്ചേക്കല്ലേ. ഇല്ല. എന്തേലൊക്കെ ഡൗട്ട് വരാണെങ്കിൽ നീ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ രാത്രി വിളിച്ചോളാം. എന്തിന്? എന്തേലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിരിക്കാലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മേലെ ഇമാതിരി വൃത്തിയായിട്ട സൗണ്ട് ഉണ്ടാക്കരുത്. എന്തു പറ്റി? ഭയങ്കര വെയിലും മുടിഞ്ഞ ചൂടും. അതിനൊരു വഴിയുണ്ട്. ഈ തൊപ്പിയെടുത്ത് തലയിലങ്ങ് വെച്ചാൽ മതി. ബെസ്റ്റ്. അത് വെച്ചാൽ മുടി കൂടെ പോവും. അതല്ലേലും പോവും. നിനക്ക് നിന്റെ അച്ഛൻ്റെ മുടിയാണ്. മേരാ ചോട്ടാ ഭയ്യ അൽ മിസ്കിൻ കുല്ല ഷെയർ ക്ലാസ്. പെറ്റു വീണു മണ്ണിലായി, പെട്ടുപോയി കൂട്ടിലായി, ഉള്ളിലാകെ നീറ്റലായി, മെല്ലെ പോണു പൊന്നു ഭായ്. സൺഡേ അടങ്ങ കണ്ടൂടെ? എടാ പുല്ല 12 മൈൽ നടക്കണം, കൈ കാശില്ല. എന്തോന്ന് പിള്ളേരിത്. നിങ്ങൾ കാര്യം ചെയ്യ്, 6 മൈല് വിനായക കിടക്ക്, 6 മൈൽ അലന്നടാ. എന്നിട്ട് നടക്ക് വെച്ച് കണ്ടൂടെ? ഉണ്ടിരുത്തിയ നങ്കനവാടി
ഒന്ന് പറഞ്ഞ് ആ ആ ഈ ഞാനോലെ ലൂതും പിപ്പി താഴത്തോട്ടിൽ നെടുമീന്തപ്പി തലവരയില്ലാത്തോനാ പണ്ടേ ഞാനൊരു വാഴ ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു വാഴ തലവരയില്ലാത്തോനാ പണ്ടേ ഞാനൊരു വാഴ ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു വാഴ തരമില്ല +2 തോറ്റേ മയലറി ഞാൻ എന്തിനു പറ്റേ തരൂല സ്വൈര്യം പറ്റേ വലിച്ചെറിഞ്ഞിട്ട് മൈഗ്രേറ്റ് ആയി. നീ എന്തി കാണിക്കുന്നത്? ഹലോ, ഒരു 400 മീറ്റർ എക്സ്ട്രാ നടക്കാൻ പറ്റുമോ? 6 മൈലിൽ നിന്ന് ഒരു അടി ഞാൻ ഇനി നടക്കത്തില്ല. എങ്ങനെയെങ്കിലും കൊണ്ടുപോവാ. വെള്ളക്കാരനെ നോക്കി ഇളിച്ചേ വെള്ളിപ്പണമില്ല പട്ടിണിയായേ പൊരിവയിലെ ദഫ് കളിച്ചേ തലവരയില്ലാത്തോനാ പണ്ടേ ഞാനൊരു വാഴ ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു വാഴ. ഇനി ഇതാണ് നമ്മളെ മീറ്റിംഗ് സ്പോട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. പൊളി സ്ഥലവും പൊളി പേരും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. UK പോയി ഞാൻ സെറ്റിലായി കഴിഞ്ഞാൽ സ്പോർട്സ് ഹൗസിൽ നിന്നെ കൂടെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? വരില്ലേ നീ? അത് വേണോ? വാടി, അവിടെ പോയി സെറ്റിലാവാം. എന്നാ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടാ. എന്ത്? നീ എന്തായാലും ജയിച്ചില്ലേ, അപ്പൊ നിനക്ക് UK വെക്കൂടെ? എന്നിട്ട് നീ എന്നെ കൂടെ സ്പോർട്സ് ഹൗസിലെ കൊണ്ടുപോകും. ഇതെല്ലാം പഠിച്ചെടുത്തിട്ട് ഈ ജന്മത്തിൽ എനിക്ക് UK കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടി. നീ എന്തേലും കാണിക്കും. ഈ സേ പരീക്ഷയ്ക്ക് എങ്ങനെ തൊട്ടിട്ട് എന്റെ കൺമുന്നിക്ക് വന്നേക്കല്ലേ. എഴുതി കൊടുത്തോളാടി. എടി, അപ്പൊ നീ ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ? ഇല്ല. എന്നാ ഇതാണ് നിന്റെ ജീവിതത്തിലെ കന്നിപ്പെഗ്. എടാ, ആ ചെക്കനെ നോക്കി പേടിപ്പിക്കല്ലേ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വെള്ളിയേട്ടൻ കളിയൊക്കെ വീട്ടിൽ വെച്ചാൽ മതിയെന്ന്. ബ്രോ ഇത്തിരി ലഹരിയൊക്കെ ഒന്ന് നുണയട്ടെ. അല്ലടാ, ഞാൻ ആദ്യത്തെ പെഗ് ഒഴിച്ചു കൊടുത്ത പിള്ളേരല്ല, ഇന്ന് എന്നെക്കാളും വലിയ കൗട്ടകളാ. അപ്പൊ ഈ പെഗും ഇതൊഴിച്ചു തന്ന ബെന്നി ബ്രോയും എന്നും നിന്റെ മനസ്സിലുണ്ടാവണേ. ഓക്കെ, ആ അത് മതി. ഫോട്ടോ ഇത് ചരിത്ര നിമിഷാണ്. ആ അവിടുന്ന് നോളയട്ടെ. ഒരെണ്ണം കൂടെ ഒഴിക്കടാ. കഴി ബ്രോ, ഇത് ബ്രോയുടെ ദിവസല്ലേ. കഴി ബ്രോ. സൗന്ദര്യാണ്. എനിക്ക് പറഞ്ഞു വെച്ചേ. എനിക്ക് പറഞ്ഞു ആ ടച്ചപ്പ് അങ്ങനത്തെ എങ്ങനെയുണ്ട്? എടാ ഒഴിച്ച് കുറേ ഒന്നുകൂടി അവന് പോരട്ടെ കൊണ്ട് അടി ഒലിച്ചിറങ്ങണം അവന്റെ. അതെ, മതി 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 മതി, അവനെ കൊടുക്കണ്ട. നീ മിണ്ടരുത്, നീ ഒഴിക്ക് സുഭാഷേ. അടി ബ്രോ, നമുക്കിത് കലക്കണം. എന്താ ബ്രോ അടി? ഇതെന്തിന്റെ എന്റെ കണ്ണി ഒഴിക്കാനാ? വെട്ടിക്കറ്റി ഒഴിക്കാൻ പറയണ ബെന്നി, ഒരു 90 അങ്ങോട്ട്. മതി പോനെ, നീ ഓവറാവാൻ തുടങ്ങി. ആരടാ ഓവറായത്? ബ്രോ, അവന്റെ ഒരു ബ്രോ. എന്റെ തന്തരാൻ തരാ പ്രായം ഉണ്ടല്ലോ എനക്ക്. അവിടെ ഇടാ, മര്യാദ ഊളെ. എടാ ചെക്കന് മദ്യത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ചെന്നാ തോന്നണേ. അവനൊരു ലഹരി മാഫിയ. എടാ നീയൊക്കെ ശരിക്കും ലഹരി കണ്ടിട്ടുണ്ടാ? നീയൊക്കെ സ്റ്റാമ്പ് കണ്ടിട്ടുണ്ടാ? സ്റ്റാമ്പാ? നീയൊക്കെ പൊടി കണ്ടിട്ടുണ്ടാ? മൂക്കിപ്പൊടിയാ? അല്ലടാ, ഗോതമ്പ് പൊടി. എല്ലാ കിളവന്മാർക്കും കൂടെ ഓരോ ലൈൻ അങ്ങോട്ട് ഇട്ടെന്നല്ല, നീയൊക്കെ ഇരുന്ന ഇരിപ്പിന് അന്തരിക്കും. എടാ ഇവനെ പിടിച്ചോണ്ട് പോകട്ടോ, എന്റെ കുരു പൊട്ടല്ലോ. ഞാൻ പറഞ്ഞേക്കാം, നിന്റെ കുരു ഞാൻ പൊട്ടിച്ചേരാടാ വൃദ്ധ. നീ ഒറ്റ കാരണമാണ് ഞാൻ 3 കെണ്ടാളടയെന്ന് പെട്ടത്.
നിന്നെ അടിക്കോ അവനെ അടിക്കും തന്നാളെ എല്ലാം അടിക്കും പപ്പടം പപ്പടം പപ്പടം. ആഹാ നിനക്കിപ്പോ ഇതാണല്ലേ പണി. നിന്റെ കൂടെയുള്ളവന്മാരൊക്കെ പുറത്തുപോയി രക്ഷപ്പെട്ടല്ലേ? പപ്പടം. നീ ഇങ്ങനെ പപ്പടം വിളമ്പി നടന്നു കേട്ടോ. അഞ്ചു എന്റെ സ്കൂളിൽ പഠിച്ച തലകർച്ച ചെറുക്കനാണ്. അന്നേ പഠിക്കൂല. പപ്പടം പപ്പടം. ഇതല്ലേ നമ്മളെ സാബിയുടെ തല അടിച്ചു പപ്പടം. നിബ്രാസ് അന്ന് തിയേറ്ററിൽ വെച്ച് ഉടക്കുണ്ടാക്കിന്ന് പറഞ്ഞില്ല അവനതുമായിരുന്നു. പപ്പടം പപ്പടം. ഇതൊന്നും ഒരു പപ്പടേ ഉള്ള ആൾക്കൊരെണ്ണം. എന്തോന്ന് ഇതെന്താ കോട്ടർ പപ്പടോ? പപ്പടത്തിന് വാറന്റി ഒന്നും ഇല്ല. എന്നാ നീ അങ്ങ് തിന്ന്. എന്താ നോക്കുന്നു? പപ്പടം കഴി. നമ്മളെല്ലായിടത്തും ഉണ്ടല്ലോടി. മെയ്ഡ് ഫോർ ഈച്ച് ദർ അല്ലേ? ഷൈന നീ ഇങ്ങനെ ഉണ്ടക്കണ്ടിട്ട് റൊമാൻറ്റിക് ആയിട്ട് നോക്കില്ല, ഞാൻ കുത്തി തരും. പോകുമ്പോ കുറച്ച് പാലട ഞാൻ പൊതിഞ്ഞ കേട്ടാ. പപ്പടം കൊടുക്കുന്നേ എന്താ പെമ്പിള്ളേർക്ക് അത്ര പപ്പടം ഓഫറിന് കൊടുക്കുമോ നീ? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. അത് നോക്കിയാ നീ ആരാ അമ്മമാരെ അഭിപ്രായം എഴുതാൻ വന്നേ? വേണമെങ്കിൽ ഈ പപ്പടം എടുത്തോ. നീ എന്തിനാണ് അമ്മമാർക്ക് പപ്പടം കൊടുക്കുന്ന? അത് പപ്പടം തകയുന്നില്ല. നീ ആരുടെ എന്റെ പെങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ? പെങ്ങളാ? ഏതാടി ഇവൻ? പെങ്ങൾ എന്തേലും ഒരു ഹിന്റ് തരായിരുന്നു. അളിയാ പപ്പടം കഴിയളിയാ. എന്നാ സ്നേഹത്തോടെ ഹാഷിർ. അയ്യോ അളിയനും കൂടെ കഴിക്ക്. തേങ്ങയും പറയണ്ട. എന്റെ ഇക്കാന്ന് അറിഞ്ഞിട്ട് നീ അടിച്ചത് എന്നെ അടിച്ച പോലെയാ. നിനക്ക് നീ ഒരു ഫേസ് ചെയ്യാൻ പറ്റുമോ ഹാഷിരെ? ഓ അപ്പൊ ഞാൻ അടിച്ചായ കുഴപ്പം? അവന്മാരെല്ലാം കൂടെ എന്നെ അടിച്ചപ്പോ നീ എവിടെയായിരുന്നു? കണ്ണൊത്തിക്കൊണ്ടിരുന്ന? വീട്ടിലാകെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത് ഇക്കയാണ്. അങ്ങനെ നീ കൈവച്ചത്. ഇനി നമ്മുടെ കാര്യത്തിന് സമ്മതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടാ? നിന്റെ ഒക്കെയാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാണ്? രണ്ട് മുഖവും രണ്ട് സ്വഭാവവും. പറയളയാ. എടാ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞ് കോള് വന്നടാ. ഗവൺമെന്റ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞ. നീ ഒന്ന് പോയി നോക്കൂ. കുറച്ച് മുന്നേ. ഞാൻ പോവാ. ഹാഷിര എവിടെ പോവാ? ഞാൻ വിളിക്കാം. ഹാഷിര എവിടെ പോവാ നീ? ഹാഷിരെ ഈ ലിവർ സിറോസിസ് വരാൻ വേണ്ടി പുള്ളിക്കാരൻ അത്ര വലിയ അടിയൊന്നുമില്ലല്ലോ. ഇതിലും ഭേദം കള്ളു കുടിക്കുന്നതായിരുന്നു നല്ലത്. ചെറുക്കൻ UK എന്തല്ലേ അവനെ വിളിച്ച് പറഞ്ഞോ? അത്ര സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് അറിയിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഹലോ. അച്ഛൻ എങ്ങനെ ഉണ്ടടാ? കുഴപ്പമൊന്നുമില്ലടാ. ഞാൻ ഇവിടെ ഇല്ലേ, നീ ടെൻഷൻ ആവാതിരി. നീ കയറി കണ്ടോ അച്ഛനെ? അച്ഛനെ കണ്ട അച്ഛനായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഒരു കുഴപ്പമില്ല. എടാ ഫോണൊന്ന് കൊടുക്കോടാ, എനിക്ക് അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം. ഫോണൊന്നും അകത്ത് കൊടുക്കാൻ പറ്റില്ല. അവിടെ അത് ഡോക്ടർ നിൽക്കുക. ഞാൻ വെളിയില്ല. ഞാൻ നിന്നെ വിളിക്കാം. നീ പേടിക്കാതി. ഞാൻ ഇപ്പൊ വിളിക്കാം നിന്നെ. വിളിക്കണേടാ. നീ സമാധാനമായിട്ട് നില്ലേ? ആ ശരി. വിനുവിന്റെ കൂട്ടുകാരനാ? അതെ. ഹാഷറെ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ലെന്നാണ് ഡോക്ടർ പറയണത്. ആളുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്. ഒന്ന് വീട് വരും, ഒരു അത്യാവശ്യമുണ്ട്. അത്യാവശ്യമായിട്ട് പുറത്തേക്ക് ഇക്ക ഒരു പ്രശ്നമുണ്ട്. ഇക്ക ഒന്നാലേ ശരിയാവുള്ളൂ. ഒന്ന് പെട്ടെന്ന് വായിക്കാ പ്ലീസ്. ഇക്ക ഒന്ന് വായിക്കാ. ശരി ബ്രോ. ഞാൻ ഇപ്പൊ വരാം. നിങ്ങളോട് കാണത്തില്ലേ? കാണും.
പെടും. പറയടാ, നീ എവിടാ? ഞാൻ കുറച്ച് തിരക്കില്ല, കാര്യം പറ. എനിക്ക് ബൈക്കൊന്നും ഒരു ആവശ്യമുണ്ട്. ഞാൻ വരുമ്പോ കൊണ്ടുവരാം. അത്യാവശ്യമാണ് എനിക്ക് എന്റെ കുറച്ച് സാധനം വണ്ടിക്കകത്ത് ഇരിക്കുന്നത് വേണം. എന്തോ അത്യാവശ്യം? വരുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, വെച്ചിട്ട് പോടാ. ഹലോ, എന്തോ ചുപ്പാ? അത് ഞാൻ ആ പറമ്പിലൊന്ന് തെന്നി വീണതാ. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ? അതൊന്നും വേണ്ട, ചെറിയൊരു ചതവേ ഉള്ളൂ, കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മോനെ. ഹഷ്റേ, ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. എടാ, ഷിയാസൊക്കെ പറമ്പി വീണൊന്നുമല്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് നാഷിദ് ആ മോങ്കോട്ടിൻ്റെ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. അത് ചോദിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവൻ അങ്ങനെ പിടിച്ച് തള്ളിയിട്ടാണ്. ആര്? മോങ്കോട്ടനാ? മോങ്കോട്ടനല്ല, നിന്റെ അനിയൻ നാഷിദ്. പലതവണയായിട്ട് നിന്റെ അനിയനെ ഞാൻ ആ മോങ്കോട്ടിനോട് കണ്ടിട്ടുണ്ട്. എനിക്ക് ബൈക്കൊന്നും ഒരു ആവശ്യമുണ്ട്. അത്യാവശ്യമാണ് എനിക്ക് എന്റെ കുറച്ച് സാധനം വണ്ടിക്കകത്ത് ഇരിക്കുന്നത് വേണം. എന്താടാ ഇത്? നീ കൊച്ചാപ്പയെ കണ്ടായിരുന്നാടാ? ആരെയും കണ്ടില്ല. നീ ഇന്ന് പിടിച്ചാളി ആരെന്ന് അറിയണോ നിനക്ക്? നിന്റെ കമ്പനി എങ്ങനെ അറിയുന്നുണ്ട്? ഇനി ഞാൻ നിന്നെ അവന്മാരെ കൂടെ കണ്ട ഉപദേശിക്കാൻ പറ്റിയ ഒരാള് ആദ്യം നീ നന്നാവും, എന്നിട്ട് ഉപദേശിക്കാൻ പാടാ. ഇത് ഉപയോഗിക്കുമ്പോ കിട്ടുന്ന ഹയ്യൊക്കെ ഉണ്ടല്ല, ഇതിന്റെ കെട്ടിറങ്ങുമ്പോ ലോ ആയി പോവും. എടാ, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കോടാ. പിന്നെ ഉപയോഗിക്കണം തോന്നും, അപ്പൊ അത് അഡിക്ഷനാവും. നിന്റെ ശരീരം മനസ്സ് മാത്രമല്ല, നിന്റെ സാമാനം വരെ അടിച്ചു. പിന്നെ നീ അത് തൂക്കിയിട്ടുണ്ട് നടക്കും. നീ അവസാനം കിളിയും പോയി പരസ്പര ബന്ധുല്ലാണ്ട് പിച്ചും മെയ്യും പറഞ്ഞു നടക്കും. സ്വന്തം അനുഭവം കൊണ്ട് പറയുന്നേ. കൂടെ ഉള്ളവന്മാരൊക്കെ അങ്ങ് പോവും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ വേറെ ആരും കാണത്തില്ല. എന്താ സാറേ? ആരുടെ വണ്ടി? എന്റെ വണ്ടി. നോക്കണോ? എന്താ സാറേ, എന്താ പ്രശ്നം? നിങ്ങൾ മൂന്നര ഇറങ്ങിയേ. നിങ്ങൾ ആദ്യം നോക്കിയേ. എടാ, എന്താടാ പ്രശ്നം? എടാ, എന്താ പ്രശ്നമെന്ന്? എന്താണെന്ന് പറയുന്നേ? നിന്റെ കമ്പനിക്കാരെ ഞാൻ പൊക്കിയിട്ടുണ്ട്. ആരുടെ ആടാ ഇത്? ആരാണ്? എന്റെയാ സാറേ. ഇങ്ങോട്ട് വാടാ. ഇത് സ്ഥിരം പരിപാടിയാണല്ലോ. ഒരു ദിവസം കൊല്ലയോടെ നീ കിട്ടും. അപ്പൊ സ്റ്റേഷൻ ചാമ്പ്യൻ പറഞ്ഞു കിട്ടുവാ. ഇപ്പൊ കൊണ്ടുവയ്ക്കോ. ശരി, നടക്കണം. ഓ,
ഹലോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ശരി, ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞങ്ങൾ ഇവിടെ ഇറങ്ങി. ഇവിടെ കുഴപ്പമൊന്നുമില്ല. വിളിച്ചു പറഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ. ഇല്ല, അതാ ഇപ്പൊ എത്തി. നീ അല്ലടാ പറഞ്ഞ എന്റെ അച്ഛനൊരു കുഴപ്പമില്ലാന്ന്. എനിക്കൊന്ന് കേക്കണ്ട. എനിക്കെന്റെ അച്ഛനെ വേണം. എനിക്കെന്റെ അച്ഛനെ വേണോടാ. എടാ മോനെ ഫോണിങ്ങ. മോനെ വിനായക, അല്ലെന്റെ വാപ്പേടാ. മോനെ എപ്പോഴത്തേക്ക് വരുന്നേ? ഞാൻ വരുന്നില്ല പാപ്പ. എനിക്കെന്റെ അച്ഛന്റെ ചിരിച്ച മുഖം മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്കത് കണ്ടാ മതി. വേറൊന്നും കാണാൻ ഞാൻ വരുന്നില്ല. ചേട്ടാ, പയ്യൻ വരുന്നില്ല, പിന്നെ നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കണോ? എന്താന്ന് വെച്ചാ നിങ്ങൾ പറഞ്ഞാ മതി. അല്ല, ഈ കർമ്മങ്ങളൊക്കെ പിന്നെ ആര് ചെയ്യും? ഇരിക്കുന്നത് അവന്റെ കൂട്ടുകാരനല്ലേ, അവനെ കൊണ്ട് ചെയ്യും. അവനും മോനെ പോലെയല്ലേ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അതിനാ പയ്യൻ വേറെ അല്ലേ? എടാ, വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം പിന്നെ തനിക്കെന്തിനാ മെമ്പറെ? അല്ല പിന്നെ അതിനിടയ്ക്ക് പറയുന്നത് കാര്യങ്ങൾ നോക്കാം. ഈ സമയത്തോടെ സംസാരിക്കാം. എനിക്ക് ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞു. മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മയാനിയന്. അനിയനുമായി വഴക്കൊന്നും ഇട്ടേക്കില്ല കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. ഓരോ പ്രായത്തിലും ഓരോ കാരണങ്ങൾ പറഞ്ഞായിരുന്നു വഴക്ക്. ചെറുതില് ചെറിയ ഓരോ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു വഴക്ക്. വലുതായിപ്പോ പണത്തിൻ്റെയും സ്വത്തിൻ്റെയൊക്കെ പേരിലായി. സംസാരിച്ച തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു ഞങ്ങൾ തമ്മിൽ. എപ്പോഴേലും സംസാരിച്ച് തീർക്കണമെന്നും വിചാരിച്ചിരുന്നു. പക്ഷെ വാശി അതെനിക്കായിരുന്നു. അവൻ ഇങ്ങനെ അങ്ങ് ഇട്ടേച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ തോന്നുന്നു
എങ്ങനെ ഉണ്ടാ ഇപ്പം? തീരെ വയ്യടാ. നീ കുറച്ച് നേരം കണ്ണടച്ചെന്ന് കിടന്നോക്കടാ, ചിലപ്പോൾ ഉറക്കം വരും. നല്ല പനിയുണ്ട്, ഭയങ്കര മേലുവേദനയും. ഞാനാണ് റൂമിൽ ഒറ്റയ്ക്കാ. NHS വിളിച്ചിട്ട് എമർജൻസി ആണെന്ന് പറഞ്ഞാലോ? ചിലപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലേ? അതൊന്നും നടക്കൂലടാ, പനിക്കൊന്നും അവർ വരൂല. നീ മരുന്നെല്ലാം കഴിച്ചായിരുന്നോ? ഇവിടെ മരുന്നൊന്നും ഇരിപ്പില്ല. ഞാൻ മരുന്നെല്ലാം കിട്ടുമോ നോക്കട്ടാ, എന്നിട്ട് അങ്ങോട്ട് വരാം. ആ ഓക്കെടാ. പനിക്കുള്ള മരുന്നെല്ലാം ഉണ്ടാ? കഫ് സിറപ്പ് മട്ടും ടാബ്ലറ്റ് ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? പറഞ്ഞോ ഉമ്മ. അല്ല, നീ പഠിക്കുമായിരുന്നോ? അല്ല ഉമ്മ, പറഞ്ഞോ. എടാ അഷ്നയ്ക്ക് അന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഇല്ലേ, അത് കിട്ടിയടാ. എന്നാലും കാശ് ചെലവുണ്ടടാ, അതുകൊണ്ട് വാപ്പ പോണ്ടാന്നാ പറയണേ. വാപ്പയ്ക്ക് ഇപ്പോഴും ആ പേടിയുണ്ട് അവളെ ഒറ്റയ്ക്ക് വിടാനേ. മോനെ, നീ വാപ്പോടൊന്ന് പറയോ? ഞാൻ കുറച്ച് തിരക്കിലാമോ, പിന്നെ വിളിക്കാം. ഹലോ, അല അല. പോലീസുകാര് വീട്ടിൽ കയറി പൊക്കുന്ന അവസ്ഥ വരെ എത്തിച്ചല്ലേ കാര്യങ്ങൾ. ഇനി ജയിലിൽ കിടക്കുന്ന കാണാവുള്ളൂ. രാവിലെ ഉടുത്തൊരുക്കി പോണാണ്ട് കഴിഞ്ഞാൽ തോന്നുന്നു കളക്ടർ ഉദ്യോഗത്തിന് പോണെന്ന്. വല്ലവന്റെ എച്ചിപ്പാത്രം എടുക്കാൻ തന്നെയല്ലോ ഈ പോക്ക്. ഞാൻ എന്തേലൊക്കെ ചെയ്ത് ജീവിച്ചോട്ട് ആവാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്നോണ്ടാണ് പോലീസുകാർ ഈ വീട്ടിൽ കയറി നടക്കുന്നത്. UK പോണെന്ന് പറഞ്ഞിട്ട് എന്തായി? കൂടുള്ളമാരെല്ലാം സ്വന്തം കാര്യം നോക്കി പോയില്ലേ? നന്നാവൂ എന്നുള്ള പ്രതീക്ഷ പണ്ടേ എനിക്ക് പോയതാണ്. നീ കൺവെട്ടത്തുനിന്ന് പോയാലേ ഈ ചെറുക്കനെങ്കിലും രക്ഷപ്പെടും. Duty doctor left this evening. He won't be back until tomorrow. Okay? സിസ്റ്റർ, പറയടാ. ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയടാ. നീ ഹോസ്പിറ്റലിൽ പോയാ? ഇവിടെ ഡോക്ടർ ഇല്ല, നാളെ രാവിലത്തേക്ക് എത്തുമെന്ന് പറയുന്ന. നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്തോ, ഞാൻ എവിടെന്നേലും മരുന്നൊപ്പിച്ചോണ്ട് വരാം. രാവിലെ ഡോക്ടർ എത്തുമ്പോൾ തന്നെ കാണാം. ശരിയടാ. ഓക്കെടാ. ഹലോ ചേട്ടാ. പറമോനെ. എന്റെ ഫ്രണ്ടിന് തീരെ സുഖമില്ല, നല്ല പനിയാ. ആണോ? ഇവിടെ ആണെങ്കിൽ മരുന്ന് മേടിക്കാൻ കടകളെല്ലാം അടച്ചിരിക്കുക. എടാ, അപ്പൊ ഹോസ്പിറ്റലിൽ പോയില്ലേ? ചേട്ടാ, നൈറ്റ് ഇവിടെ ഒരു പുണ്ണാക്കും ഇല്ല. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു വന്നതാ. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കട്ടെ. ശരി ചേട്ടാ. ഓക്കേടാ. നീയാണ് ഇവന് വളം വെച്ചു കൊടുക്കുന്നത്. ഇവനെ കണ്ടല്ലേ ഇളയവൻ പഠിക്കുന്നത്. ഇവനെ കൂടെ വഷളാക്കി അവ അടങ്ങും. നീ നോക്കിയോ? അത് അവന്റെ അല്ലെന്നാ പറയണത്. അവന്റെ അല്ലെങ്കിൽ പിന്നെ ആരുടെ? അവന്റെ ചത്തുപോയ വാപ്പ കൊണ്ട് വെച്ചാ? ചുമ്മാ നാക്കെടുത്ത കള്ളേ പറയും. അതെന്റെ ആയിരുന്നു. എന്താ നീ അവര് വക്കാലത്ത് കുടിക്കാൻ നിൽക്കണ്ട. അല്ല, എന്റെ ആയിരുന്നു. എനിക്ക് പ്രശ്നം വരാതിരിക്കാൻ ഇക്കേറി ഏറ്റതാണത്. ഓ, നല്ല ഇക്ക. കൂടെ കൊണ്ടുവരുന്ന എവനെയും കൂടെ നശിപ്പിച്ചപ്പോ നിനക്ക് മതിയായല്ലോ. ഇനി രണ്ടും കൂടെ വലിക്കാൻ നിൽക്കണ്ട, കൂട്ടിയിട്ട് കത്തിച്ച് ആഴി ഒടിച്ചാ മതി. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തോളാം. മാമ അവിടെ പണി നോക്ക്. രക്ഷിത മതി, നിർത്തും. നീ മിണ്ടാരി. ഇടക്കിടയ്ക്ക് വഴക്കോരാൻ വരുന്നല്ല, ഇയാളെ കൊണ്ട് വല്ല ഗുണവും നമുക്കുണ്ടാ?
10 പൈസയുടെ വകയില്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഓ, ഇത്ര നാള് പണിയെടുത്ത് നിങ്ങൾ എന്തുണ്ടാക്കി? എന്തായാലും നിന്നെ പോലെ കഞ്ചാവ് വെച്ചോട് നടത്തേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഇനി മേല യവന്മാരെ ഒരാവശ്യത്തിന് എന്നെ വിളിച്ചേക്കില്ല. മരുന്ന്. ചേട്ടാ പൈസ. ഓ, അതൊന്നും വേണ്ട മോനെ. ചേട്ടൻ ശരിക്കും ആരാ ഏട്ടാ? ദൈവമാണോ? ഓരോ സ്ഥലത്തും ഓരോ വേഷത്തിൽ. എല്ലായിടത്തും നിങ്ങളെ കാണാമല്ലോ. ഒരു ജീവിതമല്ലേ ഉള്ളൂ, ജീവിക്കണ്ടേ അനിയാ. സോറി ഇക്ക, നീ എന്തിനാണ് അങ്ങനെയൊക്കെ വിളിച്ചു പോകാൻ പോയത്? ഇത്ര നാളെ എനിക്ക് മാത്രം ഉണ്ടായിരുന്നുള്ള ചീത്തപ്പേര് ഇപ്പൊ രണ്ടാൾക്കും ആയില്ലേ? ആ പേരൊക്കെ തലയിലാണ്ടല്ലോ, പോവാൻ നല്ല പാടാ. അതൊന്നും ഞാൻ അപ്പൊ ഓർത്തില്ലിക്ക. ഞാൻ അങ്ങേര് ചെന്നിന് നാട്ടുകാർത്തൊക്കെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്തോ. എന്തേലും പറയട്ടെ, എനിക്കിപ്പോ ഒരു ആശ്വാസമുണ്ട്. ഈ ആശ്വാസം അധികം നാളൊന്നും കാണത്തില്ല. ഇനിയുള്ള 4-5 വർഷം നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതനുസരിച്ചിരിക്കുന്നു നമ്മളെ ഭാവി. ഒറ്റ ദിവസം കൊണ്ടുവന്ന ചീത്തപ്പേര് പോവാനേ വർഷങ്ങളെടുക്കും. മനസ്സിലായിക്ക, ഞാൻ ഇനി നല്ലപോലെ പഠിച്ചോളാം. പഠിച്ചാൽ നിനക്കും കൊള്ളാം, എനിക്കും കൊള്ളാം. നീ ഇത് എന്തിനാ വരാൻ പറഞ്ഞു? അടിവിടാൻ വയ്യ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അന്നത്തെ കൊണച്ച മെസ്സേജ് കണ്ടപ്പോ അതിന്റെ വാശി കയറി വന്നതാണ് ഞാൻ. എന്തോന്ന് കൊണച്ച മെസ്സേജ്? നീ അയച്ചില്ലേ, നീ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ നിന്ന് പഠിച്ചാ മതി, ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനെന്നൊക്കെ. ആ, ഈ ദേഷ്യത്തിൽ വായിച്ചാൽ നിനക്കതൊരു കൊണച്ച മെസ്സേജ് ആയിട്ടേ തോന്നൂ. പിന്നെ എടാ ക്നാപ്പ, അതൊരു സമാധാനത്തിലേക്ക് വായിക്കണമായിരുന്നു. എങ്ങനെ സമാധാനത്തില്? നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ നിന്ന് പഠിച്ചാ മതി. നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ എന്തായാലും ഇവിടെ വന്ന് പെട്ടു. നീയും കൂടി ഇവിടെ വന്ന് ഈ വെയിലത്ത് കിടന്ന് പുഴുക്കണ്ടെന്ന് വിചാരിച്ചാണ് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും നീ അച്ഛന്റെ വാക്കും കേട്ട് പെട്ടിയെടുത്ത് ഇങ്ങോട്ട് കയറി പോന്നു. അങ്ങേർക്ക് അവിടെ കാലും കയറ്റി ടിവിയും കണ്ട് കട്ടൻ ചായ മിച്ചറും കഴിച്ചിരുന്നാ മതി. ഒരു പണിക്കും പോവാണ്ട് ഓരോരുത്തരും 4 പാടൊന്നും കടവും വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ആ വീട് ഓടുന്നതിന് നമ്മുടെ അമ്മ ചീര വിറ്റും ചിട്ടി പിടിച്ചൊക്കെയാണ്. ആജ്ഞാപിക്കാൻ മാത്രമായിട്ടൊരു ഗൃഹനാഥൻ. ഈ പ്രായത്തിൽ നമ്മളെ 2 പേരും ഗൾഫിലേക്ക് കയറ്റി അയച്ചെന്തോ വലിയ കാര്യം ചെയ്ത മട്ട. അങ്ങേരുടെ കടം വീട്ടാനാണ് നമ്മളെയൊക്കെ കൂടി കയറ്റി അയച്ചത്, അല്ലാതെ നിന്റെ എന്റെ ഒന്നും ഫ്യൂച്ചർ കണ്ടിട്ടല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ ചൂടാവരുത്.
ഈ വെയിലത്തിന് എന്തോന്ന് ചൂടാവാൻ. നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്നാ രണ്ടുപേരുടെയും ജീവിതം കരിഞ്ഞു പോകും. അതുകൊണ്ട് നീ നാട്ടിൽ പോയി എന്തെങ്കിലും കോഴ്സ് പഠി. കോഴ്സ് തുലിക്കാൻ നിന്റെ അച്ഛൻ തരുമോ പൈസ? അണ്ണ എനിക്കും കൂടി ഒരു സൈക്കിൾ തരുമോ അണ്ണ? നീ ഒന്നും ഓടിക്കണ്ട. നീ നാട്ടിൽ പോയി എന്തേലും പഠിക്ക്. ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് കാശ് അയച്ചു തരാം. ഓ, നീ എനിക്ക് വേണ്ടി അങ്ങനെ വലിയ ത്യാഗമൊന്നും സഹിക്കണ്ട. ചേട്ടനെ പഠിപ്പിക്കാൻ വേണ്ടി മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അനിയൻ കൊള്ളാം. പുല്യ ത്യാഗമൊന്നും അല്ല, നിനക്കല്ലേ ഏജ് ഓവറാവുന്നത്. അതുകൊണ്ട് നീ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് എന്നെയും കൊണ്ട് എന്തെങ്കിലും പഠിപ്പിക്കും. ഇല്ലേ നമ്മളെ രണ്ടുപേരെയും ജീവിതം തൊലഞ്ഞു പോവും. അല്ല നിന്റെ തന്ത ഒന്നും കൊണ്ട് തരാൻ പോണില്ല. ഹലോ ആശന, മോളെ നിനക്ക് സ്കോളർഷിപ്പ് എടുത്ത് പഠിക്കാൻ പോണോ? എന്നാ പൊക്കോ. വാപ്പയോട് ഞാൻ പറഞ്ഞോളാം. അപ്പ കാശ് ആര് തരും? എനിക്ക് ആ കളർ തരോ? ഇതാ അതിനെന്താ, ഞാനല്ലാതെ പിന്നെ ആര്? ഞാൻ അല്ലാതെ പിന്നെ ആര്? വല്ലാതെ വാടല്ലേ പൂവേ, നീ എന്റെ കുഞ്ഞോമരല്ലേ, എന്നാളും നാം ഇനിയുന്നേ, നീ എന്റെ പൂടണല്ലേ. ഇക്കോ എത്ര വേണമെങ്കിലും പഠിച്ചു, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. കരയണ്ട. നിനക്ക് എന്നെ കട്ടി നല്ല ചെറുക്കനെ കിട്ടും. തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. വല്ലാതെ വാടല്ലേ പൂവേ, നീ എന്റെ കുഞ്ഞോമലല്ലേ, എന്നാളും നാം ഇനിയൊന്നേ, നീ എന്റെ പൂന്തണലല്ലേ. ഇനി ഇത് രണ്ടും കൂടി അടികൂടൂലേ?
അകലെ പുറമേ കരയിൽ ഏതാണും വല്ലാതെ വാടല്ലേ പൂവേ നീ എന്റെ കുഞ്ഞുമലല്ലേ എന്നാളും നാം ഇനിയൊന്നേ നീ എന്റെ പൂന്തണലല്ലേ നമ്മൾക്ക് നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ കൂടെ പിറന്നവരല്ലേ എന്നാലും അന്ന് അവളുടെ ഇക്കാമല നീ എങ്ങനെ ഒറ്റയ്ക്ക് അടിച്ചിട്ട്? അതൊക്കെ അടിച്ചിട്ട് പിന്നെ 4 പേരെയും കൂടെ നീ ഒന്ന് ഒറ്റയ്ക്ക് അടിച്ചാ? സത്യം പറടാ, അന്ന് വേറെ ആരോ ഉണ്ടായിരുന്നു നിന്റെ കൂടെ. അതാര്? അതൊക്കെ ഉണ്ട്. പയ്യന്റെ ദേഹത്ത് കൈവച്ച് എന്താ കൈയല്ല വേണേ കാലും വെക്ക് കാണണ. എന്താ അവിടെ പ്രശ്നം? അത് ഈ മോൻ പപ്പടം ചോദിച്ചാൽ ആ മോൻ പപ്പടം കൊടുത്തില്ല. ഇത് എന്നെ പ്രശ്നം.